അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളത് നോക്കാം. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. എനർജി പറയുന്നതിന് മുന്നായിട്ട് ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഡെയിലി കാണാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ് കാണിക്കുന്ന ഒരു വ്യക്തി പുറമേക്ക് വളരെ ഗൗരവക്കാരനായിരിക്കാം അല്ലെങ്കിൽ ഗൗരവക്കാരിയായിരിക്കാം. തൻ്റെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു ആളാണ് ഈ ഒരു പേഴ്സൺ എന്ന് കാണുന്നുണ്ട്. എന്നാൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്ന ഒരു തോട്ട്സ് ഒരുപാട് കടന്നു പോകുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ ലേറ്റ് നൈറ്റ് ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ജീവിതത്തിലെ നിലപാടുകളെക്കുറിച്ചും ഒക്കെ ഇവർ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റെബിലിറ്റി ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കാര്യത്തിലാണെങ്കിലും ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ള ഒരു തോട്ട്സ് ഒക്കെ ഈ ഒരു പേഴ്സണ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വന്നിട്ടുള്ള ഈസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുള്ള സ്നേഹം ഒരു ഉറവ പോലെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് പുറമേക്ക് എത്ര ഒരു കർക്കശം ഈ ഒരു പേഴ്സൺ കാണിച്ചാലും രാത്രിയിൽ അദ്ദേഹം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള തോട്ട്സ്, അമിതമായ സ്നേഹം, ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം, പഴയ ഓൾഡ് ചാറ്റൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം, വോയിസ് റിപ്പീറ്റായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അതായത് ഈ ഒരു പേഴ്സൺ രാത്രി അധികവും ചിന്തിക്കുന്നത് നിങ്ങളോടുള്ള ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ഇവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അതുപോലെ ഒരു പുതിയ ന്യൂ ബിഗിനിങ് ഉണ്ടാവാനായിട്ട് ഒരു പേഴ്സൺ നിങ്ങളോട് ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ ഇവർ ഇത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തുറന്ന് പറയണം. ഇനിയെങ്കിലും അവരുടെ മനസ്സിലുള്ള കാര്യം തുറന്ന് പറയണം എന്നുള്ളൊരു തോട്ട് ഇവർക്ക് വരുന്നുണ്ട്. അതായത് പുറമേ കുറച്ച് ഗൗരവക്കാരായിട്ട് നിൽക്കുന്നവരായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളായിരിക്കും കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി വികാരങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ വിഷമങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒക്കെ ഒതുക്കി പിടിക്കുന്നൊരു സ്വഭാവക്കാരായിരിക്കും. അപ്പം ഇനിയെങ്കിലും അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്തിലേക്ക് ലേറ്റ് നൈറ്റ്സ് ഒക്കെ ഒരുപാട് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കൺക്ലൂഷൻ ഉള്ള രീതി പറയുകയാണെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പകൽ സമയത്തൊക്കെ കുറച്ച് ഗൗരവത്തിൽ അല്ലെങ്കിൽ അവരുടെ ജോലി എന്താണോ അതിലൊക്കെ മുഴുകി കുറച്ചൊരു മെച്ചൂർഡായിട്ട് ഭയങ്കര ഗൗരവമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ ആ ഒരു രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങളെക്കുറിച്ച് മാത്രം ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് ചിന്തിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം അടക്കി നിർത്താൻ കഴിയാത്തത്ര ഒരു സ്നേഹമാണ്. അതായത് ആ ഒരു എനർജിയാണ് ഈ ഒരു ഏസ് ഓഫ് കപ്സ് കാണിച്ചു തരുന്നത്. അപ്പം അവരെടുത്ത ആ ഒരു തീരുമാനങ്ങളിൽ മാറ്റം വരുത്താനും നിങ്ങളിലേക്ക് തൻ്റെ വികാരങ്ങളൊക്കെ തുറന്ന് പ്രകടിപ്പിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സൺ ആരാണെങ്കിലും അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക. ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാനായിട്ട് 222 എന്ന് കമൻറ്റ് ചെയ്യാം.